ഓപ്പറേഷൻ സിന്ദൂരിനിടെ 3 ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ ജെറ്റുകൾ വെടിവെച്ച് വീഴ്ത്തിയെന്ന പാകിസ്ഥാന്റെ വാദത്തെ ദസോ ഏവിയേഷന്റെ ചെയർമാനും സിഇഒയുമായ എറിക് ട്രാപ്പിയർ നിഷേധിക്കുന്നു. ഒരു ഫ്രഞ്ച് പ്രസിദ്ധീകരണത്തിൽ നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യൻ സർക്കാർ നഷ്ടങ്ങളെക്കുറിച്ച് ഒരു വിവരവും അറിയിച്ചിട്ടില്ലെന്നും നഷ്ടമുണ്ടായെങ്കിൽ അത് കൃത്യമായി അറിയാൻ കഴിയുമെന്നും ട്രാപ്പിയർ വ്യക്തമാക്കുന്നു. അതോടൊപ്പം പാകിസ്ഥാന്റെ അവകാശവാദം തെറ്റാണെന്ന് അദ്ദേഹം വ്യക്തമായി പ്രസ്താവിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കുമിടയിൽ പാകിസ്ഥാന്റെ ആഖ്യാനത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്നു. യുദ്ധവ്യോമയാനത്തിലെ വിജയത്തിന്റെ യഥാർത്ഥ അളവുകോൽ നഷ്ടങ്ങൾ ഒഴിവാക്കുക മാത്രമല്ല, ദൗത്യ ലക്ഷ്യങ്ങൾ കൈവരിക്കുക കൂടിയാണെന്ന് ട്രാപ്പിയർ ഊന്നി പറയുന്നു. രണ്ടാം ലോക മഹായുദ്ധവുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഒരു സംഘടനത്തിന്റെ ഫലം നിർണ്ണയിക്കുന്നത് അപകടങ്ങളുടെയോ ഉപകരണങ്ങളുടെ നഷ്ടങ്ങളുടെയോ അഭാവത്തിലല്ല, മറിച്ച് തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂടെയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. എയർ ടു ഗ്രൗണ്ട് പോരാട്ടങ്ങൾ, രഹസ്യാന്വേഷണം, ആണവ ദൗത്യങ്ങൾ, കാരിയർ പ്രവർത്തനങ്ങൾ എന്നിവയിൽ മികവ് പുലർത്തുന്ന മൾട്ടി റോൾ ഓപ്പറേഷനുകൾക്കായി റഫാൽ യുദ്ധവിമാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ട്രാപ്പിയർ പറയുന്നതനുസരിച്ച് റഫാൽ യുദ്ധവിമാനങ്ങൾ F-35നേക്കാളും ചൈനീസ് ബദലുകളെക്കാളും മികച്ചതാകുന്നു എന്നതിനാൽ ഫ്രഞ്ച് സൈനികരുടെയും അന്താരാഷ്ട്ര ഉപഭോക്താക്കളുടെയും ആവശ്യങ്ങൾക്ക് റഫാൽ വിമാനങ്ങൾ അനുയോജ്യമായി മാറുന്നു. 2020 ഇന്ത്യ റഫാൽ യുദ്ധവിമാനങ്ങൾ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന വിന്യാസമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ദക്ഷിണേഷ്യയുടെ വ്യോമ സന്തുലിതാവസ്ഥയിൽ ഒരു വഴിത്തിരിവായി ഈ സംഭവം പരക്കെ കണക്കാക്കപ്പെട്ടിരുന്നു. ഇന്ത്യൻ റഫാൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്ന പാകിസ്ഥാൻ റിപ്പോർട്ടുകൾ കൃത്യമല്ല എന്ന് ദസോ ഏവിയേഷൻ സിഇഒ ശക്തമായി തള്ളിക്കളയുന്നു. വിമാനത്തിന്റെ യുദ്ധശേഷിയിലുള്ള ആത്മവിശ്വാസം വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ദൗത്യവിജയം നിർവചിക്കുന്നത് നഷ്ടങ്ങളുടെ അഭാവത്തിലല്ല, നേടിയ ലക്ഷ്യങ്ങളിലൂടെയാണെന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നു. ഇന്നത്തെ വീഡിയോയിൽ ദസോ ഏവിയേഷൻ സിഇഒയുടെ ഈ ആത്മവിശ്വാസത്തിന് പിന്നിലെ കാരണങ്ങളെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ഖത്തർ, ഈജിപ്ത്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ വിന്യസിച്ചിരിക്കുന്ന 4.5 തലമുറ റഫാൽ ജെറ്റുകൾക്ക് വ്യോമ മികവ് നൽകുന്നതിൽ ശ്രദ്ധേയമായ പോരാട്ട ചരിത്രമുണ്ടെങ്കിലും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്ത റഫാൽ വിമാനങ്ങൾ ബാക്കിയുള്ളവയേക്കാൾ ഉയർന്നതായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ബ്യൂറോ ഓഫ് അമേരിക്കൻ ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് ന്യൂസ് വെബ്സൈറ്റായ ബിസിനസ് ഇൻസൈഡർ പറയുന്നതനുസരിച്ച് ഇന്ത്യൻ വ്യോമസേന നിർദ്ദേശിച്ച ആവശ്യകതകൾക്കനുസൃതമായി സ്റ്റാൻഡേർഡ് റഫാലുകളിൽ ഫ്രാൻസ് പ്രത്യേക കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിരിക്കുന്നു. ഇതിനോടകം തന്നെ ഫ്രാൻസ്, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ റഫാൽ ജെറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് വിതരണം ചെയ്തവ കൂടുതൽ സങ്കീർണവും ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്നത്തെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വളരെ കസ്റ്റമൈസ് ചെയ്തതുമാണ്. ഇതുവഴി പൈലറ്റുമാർക്ക് ഹെൽമറ്റ് മൗണ്ടഡ് സൈറ്റുകളിൽ നിന്നും ടാർഗറ്റിംഗ് സിസ്റ്റങ്ങളിൽ നിന്നും കാര്യമായ പ്രയോജനം നേടാനും മിന്നൽ വേഗത്തിൽ ആയുധങ്ങൾ ഫയർ ചെയ്യാനും കഴിയുമെന്ന് ബിസിനസ് ഇൻസൈഡർ വ്യക്തമാക്കുന്നു. വടക്ക് കിഴക്കൻ ആഫ്രിക്കയും മിഡിൽ ഈസ്റ്റിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈജിപ്തിൽ നിന്നും വ്യത്യസ്തമായി ഹിമാലയവും താർ മരുഭൂമിയും ഉൾപ്പെടെ വ്യത്യസ്തമായ കാലാവസ്ഥയുടെ വൈവിധ്യമായ പാറ്റേണാണ് ഇന്ത്യയുടെ യുദ്ധ സാഹചര്യങ്ങളെ ബാധിക്കുന്നത്. ചൈനയും പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ അസ്ഥിരമായ അതിർത്തികൾ, അതായത് ലഡാക്ക്, കാശ്മീർ പ്രദേശങ്ങളിലെ 0 താഴെയുള്ള താപനിലയിൽ പ്രവർത്തിക്കേണ്ടതുകൊണ്ട് മറ്റേതൊരു റഫാലിനും, അതായത് ഫ്രഞ്ച് വ്യോമസേനയുടെ റഫാലിൽ പോലുമില്ലാത്ത പല കഴിവുകളും ഫ്രാൻസിന് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളിൽ അധികമായി ചേർക്കേണ്ടി വന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നവീകരണം ഒരേ സമയം തണുപ്പും ചൂടും കാലാവസ്ഥയിൽ പ്രവർത്തിക്കുന്നതിനായി ഇന്ത്യൻ റഫാലുകളിലെ M88 എഞ്ചിനെ നവീകരിച്ചിരുന്നു. ഈ നവീകരണം ഇന്ത്യൻ റഫാലുകളെ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ റഫാൽ വിമാനമാക്കി മാറ്റിയിരുന്നു. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന റഫാൽ ജെറ്റുകൾക്ക് റഡാർ വാണിംഗ് റിസീവറുകൾ, 10 മണിക്കൂറിന്റെ ഡേറ്റ സംഭരണമുള്ള ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറുകൾ, ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റങ്ങൾ എന്നിവയുൾപ്പെടെ ഉയർന്ന ആൾട്ടിറ്റ്യൂഡിലുള്ള താവളങ്ങളിൽ നിന്നും പ്രവർത്തിക്കാനുള്ള കോൾഡ് എഞ്ചിൻ സ്റ്റാർട്ട് ശേഷിയുമുണ്ട്. മാത്രമല്ല, ഇൻകമിംഗ് മിസൈൽ ആക്രമണങ്ങളെ തടയുന്നതിനായി ഇന്ത്യൻ റഫാലുകൾ എക്സ്-ഗാർഡ് ഫൈബർ ഒപ്റ്റിക് ടൗഡ് ഡേക്കോയ് സിസ്റ്റം കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് എയർ ടു എയർ, സർഫസ് ടു എയർ മിസൈലുകളെ പ്രതിരോധിക്കാൻ റഫാൽ വിമാനത്തെ പ്രാപ്തമാക്കുന്നു. ഓരോ വിമാനവും 2 എക്സ്-ഗാർഡ് ടൗഡ് ഡീക്കോയ്കൾ വഹിക്കുന്നു എന്നതിനാൽ വിമാനം ഒരു സാച്ചുറേറ്റഡ് പ്രദേശത്തെ സമീപിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഭീഷണി കണ്ടെത്തുമ്പോഴോ ഇവയെ റിലീസ് ചെയ്യുന്നത് വഴി വിമാനത്തിന്റെ ലക്ഷ്യങ്ങൾ എളുപ്പമാക്കുന്നു. അതോടൊപ്പം ഈ വിമാനത്തിൽ ഒരു ഡോപ്ലർ വെതർ റഡാറും സംയോജിപ്പിച്ചിരിക്കുന്നു എന്നതുകൂടാതെ ഇന്ത്യൻ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയുടെ തദ്ദേശീയ സാറ്റലൈറ്റ് സിസ്റ്റങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാനും സ്പൈസ് 2000 ബോംബുകളുടെ സംയോജനവും ഉൾപ്പെടെ റഫാലിലെ ഇന്ത്യൻ നവീകരണങ്ങൾക്കും ഫ്രാൻസ് അനുമതി നൽകിയിരിക്കുന്നു. ഇതിനു പുറമെ ഫ്രാൻസ് മറ്റേതൊരു രാജ്യത്തിനും കൈമാറാത്ത ടാർഗറ്റിംഗ്, ലോങ് റേഞ്ച് ഐഡന്റിഫിക്കേഷൻ ഒപ്ട്രോണിക് സിസ്റ്റം അഥവാ താലിയോസ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന രീതിയും ഇന്ത്യക്ക് കൈമാറിയിരുന്നു. വിമാനത്തിന്റെ പുറത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പോഡിലുള്ള സെൻസറാണ് താലിയോസ് എന്നത്. ഇവയ്ക്ക് സാധാരണഗതിയിൽ ലേസർ മുനകളും ഇൻഫ്രാറെഡ് ഇലക്ട്രോ ഒപ്റ്റിക് സെൻസറുകളും ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭൂതലത്തിൽ അകലെയുള്ള ശത്രുസ്ഥാനങ്ങളെ ലക്ഷ്യമാക്കി ബോംബുകളും മിസൈലുകളും തൊടുക്കാൻ ഉപകാരപ്പെടുന്നതാണ് ഈ സിസ്റ്റം എന്നാണ് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഫ്രഞ്ച് കമ്പനിയായ തേൽസ് വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനം ഫ്രാൻസിന്റെ നാവികസേനയും വ്യോമസേനയും 2018 മുതൽ ഉപയോഗിച്ചു വരുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്.
ഇന്ത്യൻ പൈലറ്റിന് ഈ സിസ്റ്റം ഉപയോഗിച്ച് അന്തരീക്ഷത്തിലേക്കും കടലിലേക്കും കരയിലേക്കുമുള്ള ലക്ഷ്യങ്ങളിലേക്ക് ആക്രമണം നടത്താൻ സാധിക്കും വിധം ട്രെയിനിങ് നൽകിയതായി ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നു. മറ്റു രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന റഫാൽ വിമാനങ്ങളിൽ ഇപ്പോഴുള്ള സെൻസറുകളേക്കാൾ മികച്ച രീതിയിലുള്ള പ്രകടനമായിരിക്കും താലിയോസ് സംയോജിപ്പിച്ച ഇന്ത്യൻ റഫാലുകൾക്ക് നടത്താനാകുക. വായുവിൽ നിന്നും ഭൂതല ലക്ഷ്യങ്ങളെ എങ്ങനെ ഉന്നമിടാം എന്നതിനെക്കുറിച്ചും അഗാധ ആക്രമണ ദൗത്യങ്ങളിൽ പുതിയ സിസ്റ്റം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചും ആകാശത്തിൽ തന്നെയുള്ള ചെറിയ ചലിക്കുന്ന ലക്ഷ്യങ്ങളെ എങ്ങനെ ഉന്നം വയ്ക്കാം എന്നതിനെക്കുറിച്ചും ഇന്ത്യൻ പൈലറ്റിന് ട്രെയിനിങ് നൽകിയതായി ഫ്രഞ്ച് മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. താലിയോസിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് ഇത് വികസിപ്പിച്ചെടുത്ത കമ്പനിയായ തെയിൽസ് അവകാശപ്പെടുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായി ലക്ഷ്യസ്ഥാനത്തെ കണ്ടെത്തുകയും അതിനാൽ ലക്ഷ്യം കണ്ടെത്താനുള്ള പറക്കലിലും ശത്രു സങ്കേത നിരീക്ഷണത്തിലും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ ലക്ഷ്യങ്ങളുടെ കളർ ഫോട്ടോഗ്രാഫുകൾ ശേഖരിച്ചു വെക്കുന്നതാണ് താലിയോസിന്റെ മറ്റൊരു പ്രത്യേകത. താലിയോസിന്റെ വികസനത്തിന് മുൻപ് ഇത്തരം സിസ്റ്റങ്ങൾ ഗുണകരമല്ല എന്നുള്ള നിഗമനമാണ് ഉണ്ടായിരുന്നെങ്കിലും താലിയോസിന്റെ പ്രകടനം ഈ നിഗമനങ്ങൾ മാറ്റിമറിച്ചിരുന്നു. ഇതിനെല്ലാം പുറമെ റഫാലിൽ സംയോജിപ്പിച്ചിരിക്കുന്ന ഏറ്റവും അപകടകാരിയായി അറിയപ്പെടുന്നത് സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടാണ്. റഫാലിന്റെ സ്പെക്ട്ര സ്യൂട്ട് സ്വയം സംരക്ഷണ ശേഷികൾ നൽകുന്ന ഒരു സമഗ്ര ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനമായി അറിയപ്പെടുന്നു. അതായത് റഡാർ, ഇൻഫ്രാറെഡ്, ലേസർ ഗൈഡഡ് ആയുധങ്ങൾ പോലെയുള്ള ഭീഷണികൾ കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനും നിർവീര്യമാക്കുന്നതിനും നൂതന സെൻസറുകൾ, ജാമറുകൾ, പ്രതിരോധ നടപടികൾ എന്നിവയെ സ്യൂട്ട് സംയോജിപ്പിക്കുന്നു. ഇത് റഫാലിന് കൂടുതൽ അതിജീവനക്ഷമതയോടെയും മത്സരാധിഷ്ഠിത വ്യോമാതിർത്തിയിൽ സാഹചര്യ അവബോധത്തോടെയും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. റഫാലിന്റെ റഡാർ സിഗ്നേച്ചറിനെ മറയ്ക്കുന്ന തരത്തിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലുകൾ സൃഷ്ടിക്കുന്നതിന് ഈ സിസ്റ്റം ഒരു ആക്റ്റീവ് ക്യാൻസലേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. ഇത് റഫാലിനെ കണ്ടെത്താനും ലക്ഷ്യമിടാനും ബുദ്ധിമുട്ടാക്കുകയും എതിരാളികൾക്ക് റഫാലിന്റെ വ്യാജമായ സ്ഥാനങ്ങൾ കൈമാറുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്പെക്ട്ര ഒരു സങ്കീർണമായ ഇലക്ട്രോണിക് കവചമായി പ്രവർത്തിക്കുന്നതിനാൽ ഉയർന്ന തോതിലുള്ള അതിജീവനക്ഷമതയും സാഹചര്യ അവബോധവും നൽകിക്കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ റഫാലിനെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. ഖത്തർ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ എതിരാളികളെ അപേക്ഷിച്ച് ഇന്ത്യൻ റഫാലുകളുടെ മികവിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് മൊത്തത്തിലുള്ള ആവശ്യകതകളിലെ വ്യത്യാസവുമായി നമുക്ക് ബന്ധപ്പെടുത്താം. സുഖോയ് 30 MKI, MiG-29, മിറാഷ് 2000, തദ്ദേശീയമായി നിർമ്മിച്ച HAL തേജസ് എന്നിവയ്ക്കൊപ്പം പറക്കുന്നതിന് ഒരു അത്യാധുനിക യുദ്ധവിമാനം തന്റെ മാതൃരാജ്യത്തിന് ആവശ്യമാണെന്നുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനമാണ് ഇന്ത്യയെ റഫാലിലേക്ക് അടുപ്പിച്ചത്. കിഴക്കൻ ലഡാക്കിൽ അയൽരാജ്യമായ ചൈനയുമായും തർക്കത്തിലായിരുന്ന ഇന്ത്യക്ക് അന്നത്തെ ആവശ്യം എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന അത്യാധുനിക റഫാൽ വിമാനങ്ങൾ തന്നെയായിരുന്നു. അതിനാൽ ഹാമർ, പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങളും നൂതന നാവിഗേഷൻ സംവിധാനങ്ങളും റഫാലിൽ സംയോജിപ്പിക്കാൻ ഇന്ത്യൻ വ്യോമസേന ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യൻ തദ്ദേശീയമായ GPS, അതായത് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം വഴി നയിക്കപ്പെടുന്നതിനായി നവീകരിച്ച സിഗ്മ 95N ഉപയോഗിച്ച് റഫാൽ സജ്ജീകരിച്ചിരിക്കുന്നു. മികച്ച നാവിഗേഷനും മാർഗനിർദ്ദേശ കൃത്യതയും ആവശ്യമുള്ള ഏതൊരു എയറോനോട്ടിക് ആപ്ലിക്കേഷനുകൾക്കുമായും രൂപകൽപ്പന ചെയ്ത ഉയർന്ന പ്രകടനമുള്ള നാവിഗേഷൻ സംവിധാനമാണ് സിഗ്മ 95N എന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ഇത്രയും അധികം നവീകരണങ്ങൾ വരുത്തിയത് വഴി ഇന്ത്യൻ റഫാലുകൾ കൂടുതൽ അപകടകാരിയും കൂടുതൽ വിലയേറിയതുമായി മാറി എന്നതാണ് സത്യം.